RSS പരിവാർ സംഘടനയുടെ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുത്ത് കേരളത്തിൽ നിന്നുള്ള വിസിമാർ. സംഭവം വിവാദമായതോടെ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്ന വിശദീകരണ കുറിപ്പുമായി കുഫോസ് വിസി ഡോക്ടർ ബിജുകുമാർ. കേരള ഗവർണർ അധ്യക്ഷനായ പരിപാടിയിൽ RSSന്റെ ഭാരതാംബ ചിത്രവും വെച്ചില്ല. RSS സംഘപരിവാർ സംഘടനയായ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസാണ് ജ്ഞാനസഭ എന്ന പേരിൽ കൊച്ചിയിൽ ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിലെ പ്രമുഖൻ RSS സർ സംഘചാലക് മോഹൻ ഭാഗവത് തന്നെയാണ്. ഈ പരിപാടിയിലാണ് ഞായറാഴ്ച വിവിധ സെഷനുകളിലായി സംസ്ഥാനത്തെ സർവകലാശാലകളിലെ 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത്. അമൃത ആശുപത്രിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന മുഖാമുഖത്തിലും പൊതുസഭയിലുമായി കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ VC ഡോക്ടർ KK സാജു, കുഫോസ് VC A ബിജുകുമാർ തുടങ്ങിയവരാണ് പങ്കെടുത്തത്. സംഭവം വിവാദമായതോടെ മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ താൻ പങ്കെടുത്തിരുന്നില്ല എന്ന വിശദീകരണ കുറിപ്പുമായി കുഫോസ് VC A ബിജുകുമാർ രംഗത്തെത്തി. വിവാദത്തിൽ നിന്നും തലയുരാനായിരുന്നു കുഫോസ് VCയുടെ ശ്രമം. ഭാരതത്തെ ഇന്ത്യ എന്നല്ല ഭാരതമെന്ന് തന്നെ പറയണമെന്ന വാദവും മുഖ്യപ്രഭാഷണത്തിൽ മോഹൻ ഭാഗവത് ഉന്നയിച്ചു. यद्यपि इंडिया दैट इज भारत है, लेकिन भारत भारत है और इसलिए हमारी बातचीत में, लिखने में, बोलने में, व्यक्तिगत हो या सार्वजनिक हो, हमको भारत को भारत ही कहना चाहिए. ജ്ഞാനസഭയുടെ ഭാഗമായി നടന്ന പൊതുസഭയിൽ അധ്യക്ഷത വഹിച്ചത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആയിരുന്നു. താൻ അധ്യക്ഷനായ RSS പരിപാടിയായിട്ട് പോലും ഇത്തവണ RSSന്റെ ഭാരതാംബ ചിത്രം വയ്ക്കാൻ ഗവർണറുടെ സമ്മർദ്ദമുണ്ടായില്ല. മാതാ അമൃതാനന്ദമയിയുടെയും സരസ്വതി ദേവിയുടെയും ചിത്രങ്ങൾ വെച്ചാണ് വേദിയിൽ വിളക്ക് കൊളുത്തിയതും പുഷ്പാർച്ചന നടത്തിയതും. കൈരളി ന്യൂസ്, കൊച്ചി.